ഇറാനെതിരെ സ്വന്തമായി യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന ഇസ്രായേലിന് ഇടിത്തിയായി ഇപ്പോൾ IRGCയുടെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നു. ഇസ്രായേലിന്റെ ഇന്റർസെപ്റ്റർ സംവിധാനങ്ങൾക്ക് ഒരിക്കലും തകർക്കാൻ കഴിയാത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അടങ്ങിയ മിസൈലുകളെ കുറിച്ചാണ് ഇപ്പോൾ ഇറാന്റെ IRGC പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് ഒരു മിസൈലിന് തന്നെ ഇടയിൽ വെച്ച് അതിന്റെ ടാർഗറ്റ് മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന പാത മാറ്റാൻ ഇടയിൽ വെച്ച് തന്നെ സാധിക്കും എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇടയിൽ വെച്ച് ഒരു മിസൈൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് മധ്യത്തിൽ വെച്ച് അതിന്റെ ലക്ഷ്യം മാറ്റി മറ്റൊരു ലക്ഷ്യം തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നതാണ്. ഇത് രണ്ടും അത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കും. ഇസ്രായേലിന്റെ ആരോ ആണെങ്കിലും അതുപോലെ അയൺ ബീം ആണെങ്കിലും ഇതിനൊന്നും ഒരിക്കലും തന്നെ, അയൺ ഡോം ആണെങ്കിലും ഇതിനൊന്നും ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല. മാത്രമല്ല, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു മിസൈൽ തൊടുത്തുവിട്ടു, എന്നാൽ രണ്ടാമത്തെ മിസൈലും അതേ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ മിസൈൽ ലക്ഷ്യത്തെ തകർത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത് വരുന്ന മിസൈലിനെ ഇടയിൽ വെച്ച് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് മാറ്റാൻ സാധിക്കും. ഇത് സാറ്റലൈറ്റ് വഴി മിസൈലിനെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിസൈൽ ടെക്നോളജിയിൽ അത്യാധുനിക സൗകര്യങ്ങൾ അടങ്ങിയ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഈ മിസൈലുകളിലെല്ലാം ഇറാൻ സംവിധാനിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കോട്ട കൊത്തളങ്ങളെ ഞെട്ടിക്കുന്ന അതിശക്തമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഇതിലൂടെ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇറാനെതിരെ യുദ്ധം അമേരിക്ക ഇല്ലെങ്കിൽ അമേരിക്ക സ്വാഭാവികമായും തളർന്നുപോയ സാഹചര്യത്തിൽ അവരുടെ സ്ട്രാറ്റജി ഇപ്പോൾ മാറുകയാണ്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് സ്വയം നശിച്ചു പോകേണ്ടതില്ല. മാത്രമല്ല, ഇസ്രായേലിനെ പോലും സംരക്ഷിക്കാൻ മാത്രം ഇന്റർസെപ്റ്റർ മിസൈലുകൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന വ്യക്തമായ ധാരണ പ്രകാരം അവരുടെ സ്ട്രാറ്റജി ഇവർ മാറ്റിയിരിക്കുകയാണ്. അവർ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ വെച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് കഴിയില്ല. പക്ഷേ ഇറാന്റെ കയ്യിൽ ആണവായുധത്തിനുള്ള സംവിധാനങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഇറാനെ വിട്ടുകളയാൻ ഇസ്രായേലിന് സാധിക്കുകയില്ല. കാരണം അത് ഇസ്രായേലിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കുമെന്ന് ഇസ്രായേലിന് അറിയാം. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഒന്നുമല്ലാതായി മാറും ഇറാൻ ശക്തി ആർജിച്ചാൽ, ഇതറിയാം. അതുകൊണ്ട് തകർത്തേ മതിയാകൂ എന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതിനുവേണ്ടി ഇപ്പോൾ കോപ്പുകൂട്ടുകയാണ്. അമേരിക്ക ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ പ്രഖ്യാപനങ്ങൾക്ക് ഇടിത്തിയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്ന ഈ ഒരു പ്രഖ്യാപനം. അവരുടെ മിസൈലുകള് ഏറ്റവും പ്രധാനപ്പെട്ട ചില ടെക്നോളജികളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നെതന്യാഹുവിന്റെ കോട്ട കൊത്തളങ്ങളെ പ്രതിരോധ മിസൈലുകൾക്ക് പോലും തടുക്കാൻ കഴിയാതെ വേണ്ട ലക്ഷ്യത്തിലേക്ക് ഇടിച്ചു കയറാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും. മാത്രമല്ല, ഇവിടെ ഇടയിൽ വെച്ച് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് ഒരേ മിസൈൽ തന്നെ മാറി സഞ്ചരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കപ്പലിന് നേരെയാണ് ഒരു മിസൈൽ ചീറിപ്പായുന്നതെങ്കിൽ ആ കപ്പൽ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറിയ ലക്ഷ്യത്തിലേക്ക് ഈ മിസൈലിന് മാറി സഞ്ചരിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പറയുന്നത് സെക്കൻഡറി ടാർഗറ്റ് ക്യാൻ ബി അസൈൻഡ് ടു ഇറ്റ് എന്നാണ്. അതിലേക്ക് ഒരു സെക്കൻഡറി ടാർഗറ്റ് ചെയ്തു കൊടുക്കാൻ, അതിന് നൽകാൻ സാധിക്കും. അതും ഒരുപക്ഷെ ലോഞ്ചറിൽ നിന്ന് തന്നെ സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ കമാൻഡ് സെന്ററിൽ നിന്ന് മിസൈലുകളെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നതാണ്. ഇത് അത്യാധുനിക സംവിധാനമാണ് ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലുള്ള സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും
ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.